പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 15 ശനി. പ്രധാന വാർത്തകൾ. തലസ്ഥാനത്തെ ജ്വല്ലറിയിൽ മോഷണം നടത്തി രാജ്യം വിടാൻ ശ്രമിച്ച പ്രവാസികളെ മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് റോയൽ ഒമാൻ പോലീസ്. ഏഷ്യൻ പൗരന്മാരായ 3 പേരെയാണ് മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത്. മത്ര വിലായത്തിലെ ഒരു ജ്വല്ലറിയിൽ നടന്ന സ്വർണ്ണാഭരണ മോഷണ സംഭവത്തിലെ പ്രതികളാണ് അറസ്റ്റിലായത്. മോഷണശേഷം രാജ്യത്ത് നിന്ന് കടന്നുകളയാൻ മൂവരും ശ്രമിക്കുകയായിരുന്നുവെന്നും ഇതിനിടെ പിടിയിലായത് ആണെന്നും പോലീസ് അറിയിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ജയലാൻ ബനി ബു ഹസനിൽ നടന്നുവരുന്ന തഹായും വിന്റർ സീസൺ 2ാം എഡിഷൻ ഇന്ന് സമാപിക്കും. 2 ആഴ്ചയോളമായി ഈ മരുഭൂ പ്രദേശത്തേക്ക് ഒഴുകുകയാണ് ആയിരങ്ങൾ. ആളും ആരവങ്ങളും ആഘോഷവുമായി ഉത്സവ പ്രതീതിയിൽ നിറഞ്ഞ തഹായും നവ്യാനുഭൂതി പകരുകയാണ്. വ്യത്യസ്ത വിനോദ ആസ്വാദന പരിപാടികളോടുകൂടെ തെക്കൻ ഷർക്കിയ ഗവർണറേറ്റ് അധികൃതരാണ് ഫെസ്റ്റിവൽ ഒരുക്കിയത്. പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണം കർശനമായി നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ. ഏറ്റവും പുതിയ കേന്ദ്ര ബജറ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അനധികൃത പണം കടത്ത്, നികുതി വെട്ടിപ്പ് എന്നിവ ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തിലാണ് പണമിടപാടുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനുള്ള നടപടികൾ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവരും. നിലവിൽ പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി നൽകേണ്ടതില്ല. എന്നാൽ സൗകര്യം ഉപയോഗപ്പെടുത്തി നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ടോയെന്ന് പരിശോധിക്കും. ഇന്ത്യക്കും വിവിധ രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഇരട്ട നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഒമാൻ ഉൾപ്പെടെ രാഷ്ട്രങ്ങളുമായി ഇതിനായി ഇന്ത്യ ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള പണമിടപാടുകളും ദുരുപയോഗം ചെയ്യുന്നത് തടയും. നിലവിൽ പ്രവാസികൾ ഇന്ത്യയിൽ നികുതി റിട്ടേൺ നൽകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇന്ത്യയിൽ വരുമാനമുള്ള പ്രവാസികൾ നിർബന്ധമായി റിട്ടേൺ നൽകേണ്ടതുണ്ട്. ഇതിനിടെ കേന്ദ്ര ബജറ്റിൽ ആദായനികുതി നിയമത്തിൽ പ്രവാസികളോടുള്ള വേർതിരിവ് വ്യക്തമാണ്. ആദായനികുതി പരിഷ്കാരങ്ങൾ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഗുണം ചെയ്യില്ല എന്നതാണ് വസ്തുത. വിദേശത്ത് പഠനം നടത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് അയക്കുന്ന പണവും ഇനി കർശനമായി നിരീക്ഷിക്കപ്പെടും. പഠനത്തിനിടെ ജോലി ചെയ്തു ലഭിക്കുന്ന പണം നാട്ടിലേക്ക് അയക്കുമ്പോൾ മുൻകൂട്ടി അറിയിക്കണം. പഠനത്തിനായി പോകുന്നു എന്ന ഇമിഗ്രേഷനിൽ സാക്ഷ്യപ്പെടുത്തുന്നവർ പണം സമ്പാദിക്കുന്ന മാർഗങ്ങൾ അറിയാനും വിദ്യാർത്ഥികളുടെ അക്കൗണ്ട് വഴി മറ്റാരെങ്കിലും പണം അയക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുമാണ് പരിശോധന കർശനമാക്കുന്നത്. അതേസമയം ഡോളറിനെതിരെ റെക്കോർഡ് വീഴ്ചയിലേക്ക് കൂപ്പുകുത്തിയ നിലയിലാണ് രൂപ. 87.95 ആയിരുന്നു ഡോളറിനെതിരെ രൂപയുടെ മൂല്യം. ആഗോള വിപണിയിൽ ഡോളർ കരുത്താർജിച്ചതാണ് രൂപയ്ക്ക് തിരിച്ചടിയായത്. ആഭ്യന്തര വിപണിയിലെ നെഗറ്റീവ് ട്രെൻഡും മൂല്യത്തെ സ്വാധീനിച്ചു. പുതിയ താരിഫ് ഭീഷണിയും വിദേശ നിക്ഷേപകർ പിൻവാങ്ങുമെന്ന ആശങ്കയുമാണ് വിപണിക്ക് വിനയായത്. ബൗഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിലേക്ക് അടിയന്തരമായി രക്തം ദാനം ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. രക്തശേഖരത്തിന്റെ അളവിൽ ഗണ്യമായ കുറവാണ് വന്നിട്ടുള്ളത്. മിക്ക ഗ്രൂപ്പുകളിലെയും രക്തത്തിന്റെ ശേഖരത്തിൽ കുറവുണ്ട്. ഇതോടൊപ്പം പ്ലേറ്റ്ലെറ്റും വരുന്ന ദിവസങ്ങളിൽ ആവശ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. ശനി മുതൽ വ്യാഴം വരെ രാവിലെ 8 മുതൽ രാത്രി 8 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും രക്തം ദാനം ചെയ്യാവുന്നതാണ്. 94555648 എന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ 24591255 എന്ന നമ്പറിൽ വിളിച്ചോ നേരത്തെ ബുക്ക് ചെയ്തും രക്തദാനത്തിന് ഇവിടെ എത്താവുന്നതാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ നിർബന്ധമില്ല. ക്ഷാമം മറികടക്കാൻ രക്തബാങ്കുകളെ സഹായിക്കുന്നതിന് വിവിധ ഗവർണറേറ്റുകളിൽ രക്തദാന പരിപാടികൾ കൂടുതൽ സംഘടിപ്പിക്കുന്നത് തുടരും. ഈ പരിപാടികളിൽ പങ്കെടുത്ത് രക്തം ദാനം ചെയ്യാൻ സമൂഹത്തോട് ആവശ്യപ്പെടുകയാണ്. വഖാൻ ഗ്രാമത്തിലെ ആപ്രിക്കോട്ട് മരങ്ങൾ പൂത്തു. ഫെബ്രുവരി പകുതിയോടെയാണ് ആപ്രിക്കോട്ട് സീസണിന് തുടക്കമാകുന്നത്. മാർച്ച് പകുതിയോടെ സീസൺ അവസാനിക്കും. വാദി മിസ്റ്റലിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൽ വേനൽക്കാലത്തും ശൈത്യകാലത്തും മിതമായ താപനിലയാണ്. ആപ്രിക്കോട്ട് മരങ്ങൾ പൂത്തതോടെ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് ദിനേന എത്തുന്നത്.
വാത്തി കബീർ വ്യാവസായിക മേഖലയിലെ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം. ആർക്കും പരിക്കുകളൊന്നുമില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. ഒരു അലങ്കാര നിർമ്മാണ കരാർ വർക്ക്ഷോപ്പിൽ വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. അഗ്നിശമന സേനാംഗങ്ങൾ എത്തി നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. പ്രദേശത്താകെ പുക നിറഞ്ഞു നിന്നു. ഏറെ സാഹസപ്പെട്ടാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതെന്ന് സിവിൽ ഡിഫൻസ് അതോറിറ്റി അറിയിച്ചു. തീപിടുത്ത കാരണം അറിവായിട്ടില്ല. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 23 പേർ മത്സരത്തിന് 24 പേരാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. ഒരാൾ പത്രിക പിൻവലിച്ചു. വ്യാഴാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. ഈ മാസം 28 വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ്. ഒമാനിലെ പ്രവാസി ഇന്ത്യക്കാർക്കായുള്ള അംഗീകൃത കൂട്ടായ്മയായ സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹിത്വത്തിലേക്ക് 12 പേരെയാണ് വോട്ടിംഗ് വഴി തിരഞ്ഞെടുക്കുന്നത്. നേരത്തെ 5 പേരുടെ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ 9 പേർ മലയാളികളാണ്. പുതുമുഖങ്ങൾ ഉൾപ്പെടെ ഇത്തവണ മത്സര രംഗത്തുണ്ട്. 323 പേർക്കാണ് വോട്ടവകാശമുള്ളത്. ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് ഒമാനിൽ പരിസ്ഥിതി രോഗ നിർണയ പോളിയോ വൈറസ് പരിശോധനയ്ക്കായി മൊബൈൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറിക്ക് തുടക്കം കുറിച്ച് ആരോഗ്യ മന്ത്രാലയം. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. നിരവധി ആരോഗ്യ പരിപാടികളിലും സംരംഭങ്ങളിലും ആരോഗ്യ മന്ത്രാലയവും ലോകാരോഗ്യ സംഘടനയും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തമുണ്ടെന്ന് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ സയ്യിദ് ബിൻ ഹറേബ് അൽ ലങ്കി പറഞ്ഞു. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുമുള്ള ഒമാന്റെ പ്രതിബദ്ധതയാണ് ലബോറട്ടറി തുറന്നതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഒമാനിലെ പ്രതിനിധി ഡോക്ടർ ജീൻ ജബ്ബൂർ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.